Hello guys, welcome back to our YouTube channel. ഒറ്റയ്ക്കാതെ. അപ്പൊ നമ്മൾ ഇന്ന് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്നൊരു എന്താ പറയാ അതെ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിനും കൂടി പോണം ഗൈസ്. അപ്പൊ ആ കേക്കിന് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോ സമയം 6:25 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 6:30 അവിടെ എത്താന്ന് പറഞ്ഞു. പക്ഷെ ലേറ്റ് ആവും. പക്ഷെ കുഴപ്പമില്ല, അവർ ഇച്ചിരി ലേറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കൊണ്ട് ചെല്ലുന്നത്. വാഞ്ചോ ആണ് ഇന്നത്തെ ഓർഡർ. വാഞ്ചോ ഒക്കെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ ഈ വീഡിയോയുടെ കൂടെ കാണിക്കാം കേട്ടോ. വാഞ്ചോ ആണ് ഉണ്ടാക്കിയത്, 1 kg വാഞ്ചോ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഓണം ഓഫർ ആണ്. 1 kg-യോടൊപ്പം 6 മഫിൻസ് ഫ്രീ അല്ലേ ചേട്ടാ? 6 മഫിൻസ് ഫ്രീ ആണ്. അപ്പം നമ്മള് ഡെലിവറി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ ഇത് അറിയാവുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അറിഞ്ഞൂടാത്ത എന്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നല്ലേ ചേട്ടാ. അവരും കൂടെ അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ നമ്മുടെ കൊല്ലത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്നിടത്ത് ഡെലിവറി ചെയ്യും കേക്ക്സ്. ഇല്ലേ നോക്കിക്കൂട്ടാ? ആണ് ആണാ? ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് ഇനി കല്യാണത്തിന് കാണാം. ബൈ ഗായ്സ്. അങ്ങനെ നമ്മൾ അതിൻ്റെ കേക്ക് ഡെലിവറിക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ഈ കാണുന്ന വീട്ടിലാണ് കേക്ക് കൊടുക്കേണ്ടത്. കേക്ക് കൂടാതെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഓർഡർ തന്ന ആളെ നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണേന്ന്. അപ്പം അതെല്ലാം കൊണ്ട് തന്നെ വീട്ടിൽ ഗിഫ്റ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കല്യാണം നടക്കുന്ന ഹോളിലോട്ട് പോവുകയാണ്. റിസപ്ഷൻ ആണെന്ന് ഇങ്ങോട്ട് പോവാം. ഇന്നിവിടെ വെഡിങ് റിസപ്ഷൻ ഇല്ലേ? ഇവിടെ അല്ലേ കല്യാണം? കല്യാണം ഇവിടെ അല്ല, പള്ളിയിലെ ചർച്ചിലാണ്. പള്ളിയിലെ ചർച്ച? അയ്യോ അല്ല, പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ. ഇവിടെ അല്ല കേട്ടാ. ഇതാണങ്ങനെ, ഈ കാണുന്നതാണങ്ങനെ വിദ്യ പറഞ്ഞ പള്ളിയിലെ ചർച്ച. ഇവിടെയാണ് ഹോള്. ഇവിടെ വന്ന് നമുക്ക് വണ്ടി ഇട്ടിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. അങ്ങനെ കല്യാണ സ്ഥലത്തെത്തി. സംഭാവന പേപ്പർ കിട്ടി. പൈസ ഉണ്ടാന്ന് നോക്കട്ടെ. പൈസ കാണത്തില്ല മിക്കവാറും. വന്നിറങ്ങിയ അവിടെ ലക്കിക്കുട്ടൻ പതിവ് പോലെ ഓട്ടം വെച്ച് ഓടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നെന്തോ ഓടാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് ചെറുക്കനും പെണ്ണ്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് പുറകിലാണ് ചെറുക്കൻ്റെ വീട്. ഇവിടെ വന്ന പാടെ നമ്മൾ കുറച്ച് നേരം അവിടെ കറങ്ങി നിന്നിട്ട് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ലക്കിക്കുട്ടൻ ഓടിയില്ലെങ്കിൽ എന്താ, വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഫോണിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഗോഷ്ടി കാണിപ്പാണെന്ന്. എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് അവനെ മാത്രമേ അറിയത്തുള്ളൂ ഗൈസ്. എൻ്റെ ചെറുക്കനും പെണ്ണൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കൂടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ നല്ലൊരു പോളിംഗ് കഴിഞ്ഞ് നമ്മളതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയ പാടെ എന്താ ലക്കിക്കുട്ടൻ എൻ്റെ സീര ഓട്ടം തുടങ്ങി. വന്നപ്പോൾ ഓടിയില്ലെങ്കിൽ എന്താ, ഇപ്പം നല്ല ബേഷ ഓടുന്നുണ്ട്. ഓടുന്നതിന് മുമ്പുള്ള കള്ള നോട്ടം കണ്ടോ? നമ്മളാരെങ്കിലും വഴക്ക് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ഓടിയിട്ട് തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നത്. ഈ കാണുന്നതൊക്കെ വെറും സാമ്പിളാണ്. ഇനി അങ്ങോട്ട് ഓട്ടം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓട്ടം എന്ന് പറഞ്ഞാൽ നിർത്താതെ ഉള്ള ഓട്ടമാണ്. ഒരു 1.5 ഓട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഓടി അവസാനം ഇവിടെ വന്ന് കമന്നടിച്ച് വീണ് നെറ്റിയിൽ ചെറിയ ഒരവും വാങ്ങിച്ചിട്ടാണ് ലക്കിക്കുട്ടൻ ഇവിടെ നിന്ന് പോകുന്നതെന്ന്. മറിഞ്ഞു വീണേൻ്റെ സങ്കടമായിട്ടാണ് ലക്കിക്കുട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഐസ്ക്രീം കഴിച്ചില്ല. വണ്ടി കയറിയ പടം പറഞ്ഞത് സ്കാൻഡീനോട്ട് പോകണമെന്നാണ്. ഇവിടെ വന്നാൽ ലക്കിക്കുട്ടൻ ഞങ്ങൾക്ക് ഓരോ ഫേവറേറ്റ് ഐസ്ക്രീംസ് ഉണ്ട്. അപ്പം അതും എല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.